എറണാകുളം ആലുവ പുളിഞ്ചോട് കവലയിൽ തീപിടുത്തമുണ്ടായി എന്ന വിവരമാണ്. മാലിന്യക്കൂനയിൽ നിന്ന് ആക്രിക്കടയിലേക്ക് തീ പടർന്നിരിക്കുന്നു. അഗ്നിരക്ഷാസേന എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ടോ ലാൽ? റീത്ത് വൈകിട്ട് 5:30 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. സമീപത്ത് ഉള്ള ഒരു വേസ്റ്റിന് തീയിട്ടതാണ്. അവിടെ നിന്ന് കാറ്റിന്റെ ശക്തിയിൽ തീ ഈ പുറകിലുള്ള ആക്രിക്കടയിലേക്ക് പടരുകയായിരുന്നു. 5:30 കൂടി തന്നെ ആ തീ പടർന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ആലുവയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ സംഘം എത്തിയെങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ തീ പടരുന്നു എന്ന് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ കൊച്ചിൻ പോർട്ടിൽ നിന്നടക്കം ഈ കപ്പലിന്റെ അടക്കമുള്ള അവശിഷ്ട വസ്തുക്കൾ എത്തിച്ച് അത് സ്ക്രാപ്പാക്കി പൊളിച്ചു വിൽക്കുന്ന ഒരിടമാണ്. പക്ഷേ ആ കണ്ടന്റിലുള്ള ഓയിലിന്റെയും ഗ്രീസിന്റെയും അംശങ്ങളാണ് തീ പടരുന്നതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത്. മാത്രമല്ല ഓയിൽ കണ്ടന്റ് അതിന്റെ കൂടുതലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ അങ്കമാലി, ആലുവ, കളമശ്ശേരി, ഏരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റുകളാണ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല ഇതുവരെ. തീ കൂടുതലിടങ്ങളിലേക്ക് പടരുന്നതിന് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ തീ പൂർണ്ണമായും കെടുത്തുന്നതിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആക്രിക്കടയ്ക്ക് സമീപത്ത് മറ്റ് കടകളുണ്ടോ? അവിടേക്ക് തീ പടരുന്ന സാഹചര്യമുണ്ടോ? അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല, ഉണ്ട്. പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ളത് ഒരു കാർ ഷോറൂമാണ്. ഹ്യുണ്ടയുടെ ഒരു കാർ ഷോറൂമാണുള്ളത്. അവരുടെ തന്നെ സർവീസ് സെന്ററും അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകട ഭീതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. ആ ഷോറൂമിനകത്തേക്ക് പുക വലിയ കാര്യമായി പടരുന്നത് കണ്ടതോടുകൂടി തന്നെ അവിടെയുള്ള ആളുകളെയും അവിടെ ഉണ്ടായിരുന്ന കാറുകളും പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തന്നെ. പക്ഷേ അവിടേക്ക് തീ പടരുന്ന സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും ഇനി തീ പടരുമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ഭീതി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഈ തീ എത്ര മണിയോടെ 3 മണിക്കൂറായപ്പോൾ അത് സംഭവിച്ചിട്ട് ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കപ്പൽ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അതിന്റെ സ്ക്രാപ്പാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ഭീമമായ വലിയ ടയറുകളും മറ്റു പ്ലാസ്റ്റിക്കുകളൊക്കെ ഉണ്ട്. ഇത് പലതവണ ഇതിന്റെ ഉടമയോട് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഈ രൂക്ഷമായ വെയിലുള്ള സമയത്ത് ഇവിടെ കൊണ്ടുവന്നിടരുന്ന് പലവട്ടം നാട്ടുകാരും സമീപവാസികളും പറഞ്ഞാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ ഇപ്പോൾ കപ്പലിൽ തന്നെ പല ഗ്യാസുള്ള സിലിണ്ടർ ഉൾപ്പെടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെല്ലാം തീ പിടിച്ചവനെ ഇതിനേക്കാൾ ഭയാനകമായ ഭീകരമായ സംഭവം ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ പലവട്ടം പറഞ്ഞിട്ട് ഇതിന്റെ ഉടമ അത് ചെവിക്കൊണ്ടില്ല. അതിന്റെ ദുരന്തമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊരിവെയിൽ വന്നുകൊണ്ടായിരിക്കും മിക്കവാറും തീ പിടിച്ച് ഇപ്പോൾ ആ സൈഡ് മുഴുവനും കപ്പലിൽ ഉപയോഗിക്കുന്ന ബെഡാണ് ഇട്ടിട്ടുള്ളത്. ആ ബെഡിന് തീ പിടിച്ച് വലിയ ടയറിന് തീ പിടിച്ച് അതൊക്കെയാണ് ഇപ്പം എത്ര ശ്രമിച്ചിട്ടും അണയ്ക്കാൻ പറ്റാത്ത തീയിലേക്ക്. തൊട്ടപ്പുറത്തൊരു കാറിന്റെ ഷോറൂം ഉണ്ടല്ലോ, അപ്പൊ അവിടെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ AC ഒക്കെ ഏതാണ്ട് പോയി. ആ സൈഡ് മുഴുവനും കത്തുപിടിച്ചൊക്കെയാണ്. അതിന് അകത്തിന് സംഭവിച്ചെന്താന്നുള്ളത് വണ്ടിയോട് മാറ്റിക്കൊണ്ട് വേറെ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ആ കെട്ടിടത്തിന് വലിയ ഭീമമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ബാങ്കാണ്, കോപ്പറേറ്റീവ് ബാങ്കാണ്. കുറെ നേരമായിട്ടുള്ള തീപിടുത്തമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5:30 കൂടി തുടങ്ങിയ തീയാണ്. അത് ഇതുവരെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്നതിന് അഗ്നിരക്ഷാസേനയുടെ 4-5 യൂണിറ്റുകൾ എത്തിയിട്ട് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് സമീപത്തുണ്ടായിരുന്നവരോട് പല കുറി പറഞ്ഞതാണ് ഈ തീ ഇവിടെ പടരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. ശരി, ആലുവയിലാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ സമയം പിന്നിട്ടിട്ടും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 4-5 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ ഉണ്ട്. അവർ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ആക്രിക്കട ഏതാണ്ട് പൂർണ്ണമായി കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. മറ്റ് കടകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള നടപടികളും അവിടെ സ്വീകരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.